അപ്പോൾ നല്ല കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ എനിക്ക് ഈ പത്രക്കാരെ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾ എന്തിനാ നെഗറ്റീവ് സെൻസിലോട്ട് പോകുന്നത്? നമ്മുടെ സുരേഷ് ഏട്ടൻ പറഞ്ഞ കേട്ടില്ലേ? അതങ്ങനെ വേണം. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വളരെ മോശം. ഇങ്ങനത്തെ പാട്ടുകളൊന്നും ഇറക്കല്ലേ. നമ്മുടെ സുരേഷ് അണ്ണൻ പറഞ്ഞങ്ങൾ കേട്ടില്ലേ? നല്ലതിനെ പറ്റി ചിന്തിക്കൂ. സുരേഷ് ഏട്ടൻ നിങ്ങളൊന്നുകൂടെ പറഞ്ഞു കൊടുക്ക്. ഈ പൊട്ടന്മാർക്ക് ഇത് കാര്യം മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് വ്യക്തത കൊടുക്കണം. നിങ്ങൾ കാര്യം പറഞ്ഞേ, ഇവർ കേൾക്കട്ടെ. ഈ എമ്പുരാൻ വിഷയം വളരെ സജീവ ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിലും കൊണ്ടുവരുന്നുണ്ട് ഇടത് കോൺഗ്രസ് എംപിമാർ. എന്താണ് കാര്യത്തിൽ താങ്കളൊരു സിനിമാ പ്രവർത്തനം കൂടിയല്ലേ? വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്. അത്ര എനിക്ക് പറയാനുള്ളൂ. വെറും ഡ്രാമ, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ. അല്ല സുരേഷ് ഏട്ടൻ, ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞത്. നമ്മൾ ഇന്നലെ നല്ലതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. ഇന്നിപ്പോൾ അതൊക്കെ ബിസിനസ്സായോ? പക്ഷെ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഇന്നെങ്ങനെ കളം മാറ്റി പറഞ്ഞാലോ? വെട്ടുന്നവരെ നാരായണ, വെട്ടിക്കഴിഞ്ഞപ്പം കൂരായണം. അതെന്ത് പരിപാടിയാണ് അതുള്ളത്? വെട്ടുന്നവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മൊത്തം ട്രാക്ക് അങ്ങോട്ട് മാറ്റുക. ഇതാണോ ശരി? അതെന്താ കാരണം? എനിക്ക് കാരണം അറിയണം. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പാലം വലിച്ചു എന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ? നമുക്ക് അതുകൂടെ ഒന്ന് അറിഞ്ഞിട്ട് വന്നാലോ? അറിഞ്ഞിട്ട് വാ. പുതിയ പതിപ്പ് ഇറക്കുന്നത് 17 വെട്ടല്ല 24 വെട്ടിന് ശേഷമാണ്. റീ എഡിറ്റഡ് സെൻസർ രേഖ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുകയാണ്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സീനടക്കം വെട്ടി. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽദേവ് എന്നാക്കി. നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പൊ അതാണ് നിങ്ങളുടെ പേരടക്കം വെട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഇപ്പം നമ്മുടെ സാധാരണക്കാർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താണ് കച്ചവടം, എന്താണ് നല്ല വർത്താനം, എന്താണ് 2 ദിവസം മുമ്പത്തെ നമ്മുടെ എമ്പുരാൻ്റെ സ്ഥിരീകരണം, എന്താണ് ഇന്നത്തെ സ്ഥിരീകരണം എന്നുള്ളത് വ്യക്തമായല്ലോ ഇപ്പം എല്ലാവർക്കും. അതാണ് 17 വെട്ടിന് പകരം 24 വെട്ട്. ആ 24 വെട്ടിൽ മതചിഹ്നങ്ങളുള്ള പല സീൻസും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മുടെ ബജ്രംഗ്, അതായത് ഗുജറാത്ത് കലാപത്തിൽ കണ്ടമാനം ആളുകളെ വെട്ടിക്കൊന്ന് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഈ പറഞ്ഞ വൃത്തികെട്ട ചെറ്റയായിട്ടുള്ള ഈ ഒരു സംഘപരിവാർ അനുയായി ആയിട്ടുള്ള ഈ എന്താണ് അവൻ്റെ പേര്? ബജ്രംഗിലെ അത് തന്നെ, ബാബു ബജ്രംഗ്. അവൻ്റെ പേരിൽ ചെറുതായിട്ട് നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട്. ബജ്രംഗ് എന്നുള്ള പേര് മാറ്റിയിട്ട് നമ്മൾ ആ പേരിൽ എന്താ പറയുക, ബൽദേവ് എന്നാക്കി. അതായത് ബജ്രംഗി ഔട്ട്, ബൽദേവ് ഇൻ. അപ്പോൾ നമുക്ക് സംഘികൾക്കൊരു സമാധാനമായി. അതായത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ക്ലിപ്പൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ക്ലിപ്പൊക്കെ നമ്മൾ മാറ്റി. അതിന് പകരം നമ്മൾ വേറെ ക്ലിപ്പൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെ നമ്മൾ ഈ പ്രത്യേക മതവിഭാഗത്തിന്, ഇന്ത്യയിലെ ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ 1-2 അവരുടെ സീൻസ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ ആ സീൻസ് മാറ്റിയിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രി, നമ്മുടെ നല്ല പറഞ്ഞ ആ മനുഷ്യൻ്റെ പേര് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ NIA NIA അല്ലെങ്കിൽ കേന്ദ്ര ഈ പറഞ്ഞല്ലോ NIA ED ഈ പറഞ്ഞ അവരുടെയൊക്കെ പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ സംഘിക്കുട്ടന്മാർ സേഫ് ആയിട്ടുണ്ട്. എന്തായാലും സത്യം പറഞ്ഞാൽ ഈ പല്ല് കുത്തി നാറ്റിക്കുക അല്ലെങ്കിൽ കിടന്ന് മലന്ന് മൂത്രം വെച്ച് തൊള്ളയിലേക്ക് ഒഴിക്കുന്ന പരിപാടി നമ്മുടെ സംഘിക്കുട്ടന്മാർ ചെയ്തു എന്ന് വിചാരിക്കാം. ഇതിങ്ങനെ പോയിരുന്നെങ്കിൽ ഈ ഫിലിം ഇറങ്ങി ഈ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫിലിം കാണുന്ന കുറച്ച് ആൾക്കാർക്ക് പലർക്കും ഇത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. 25 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ്. ഇപ്പോഴത്തെ യൂത്തിന് എന്താണ് ഗുജറാത്ത് കലാപെന്നോ എന്താണ് എന്താ പറയുക ഗോദ്രെ ട്രെയിൻ അപകടമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും അത് തപ്പി അതിൻ്റെ പിന്നാലെ പോയി. നമ്മുടെ BJP കുട്ടന്മാരെന്ന് പറയുന്നില്ല, നമ്മുടെ സംഘിക്കുട്ടന്മാരെല്ലാവരും കൂടെ ഇതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ പഠിച്ചു, ചരിത്രം എന്താണെന്ന് പഠിച്ചു. ഗോദ്രയിലെ ട്രെയിൻ അപകടം എന്തായിരുന്നു എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിൽ അതിന് ശേഷം ഉണ്ടായിരുന്ന ഗുജറാത്ത് കലാപത്തിൽ 2000-ഓളം ആൾക്കാരെ ഇവന്മാർ ചുട്ടും വെട്ടിയും പീഡിപ്പിച്ചും ബലാത്സംഗം ചെയ്തും കൊന്നതിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ BJP കുട്ടന്മാർ കാണിച്ച എല്ലാ പരിപാടികളും വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഈ കട്ടും കൂടെ വന്നതുകൊണ്ടുകൂടി ആൾക്കാർക്ക് വളരെ വ്യക്തമായി നമ്മൾ എന്താ പറയുക ഉടുത്തയച്ചിട്ട് അന്ന് നടന്നതിൻ്റെ കഥ പുറത്ത് വരാണ്ടിരിക്കാൻ നമ്മൾ ആ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് മറച്ചു. നമ്മൾ അവന്മാർക്ക് മുണ്ട് ചുറ്റി കൊടുത്തു അല്ലേ?
ഉടുക്കാപ്പെട്ടി കാണിച്ച് നടന്ന എല്ലാ സംഘിക്കുട്ടന്മാരെയും നമ്മളൊന്ന് മുണ്ട് കെട്ടി നമ്മളത് ഹൈഡ് ചെയ്ത് ഫിലിമിലോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി ആ പ്രശ്നം അങ്ങോട്ട് തീർത്ത് കിട്ടി എന്ന് നമുക്ക് വിചാരിക്കാം. ഇതിൻ്റെ പിന്നിൽ വേറെ എന്താണെങ്കിലും മോഹൻലാലെ, പൃഥ്വിരാജെ, മുരളി ഗോപിയൊക്കെ കരുതിയിരുന്നോ ഈ പറഞ്ഞ കേന്ദ്ര ഏജൻസികളായിട്ടുള്ള ED NIA ഒക്കെ വല്ല ഈ മോഹൻലാലിൻ്റെ പഴയ ഫിലിമുണ്ടല്ലോ, ഏതായാലും നാടുവാഴികളായിരുന്നു, മറ്റേ കക്കൂസിൽ തീട്ടം വെച്ചിട്ടുള്ള പരിപാടി, ബിസ്ക്കറ്റിന് പകരം. ഞാനതാ പറയാൻ പോകുന്നത്. മോഹൻലാലും പൃഥ്വിരാജും സുരേഷ് ഗോപി ചേട്ടൻ്റെ പേര് ഇടക്കിടക്ക് വരും പോട്ടെ, മുരളി ഗോപിയൊക്കെ എല്ലാവരും കൂടെ ഞങ്ങളുടെ വീട്ടിൻ്റെ കക്കൂസിലൊക്കെ വല്ല കറുത്ത കവറിലൊക്കെ ഇച്ചിരി തീട്ടം കെട്ടി വെച്ചോ, NIA ED വരുമ്പോൾ കാണിച്ചു കൊടുക്കുക ബിസ്ക്കറ്റാന്നും പറഞ്ഞു ഇവന്മാർ കൈയിട്ട് നാറി ഇറങ്ങി പൊക്കോളും. ആ പരിപാടിയും കൂടെ ചെയ്തു വെക്കണമെങ്കിൽ നല്ലതായിരിക്കും. സത്യം വളരെ നല്ല കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. അല്ലെങ്കിൽ ഇവന്മാർ തലേ കയറി തൂറി മെഴുകും. അത്ര ബോധമൊക്കെ ഉള്ളൂ. ചാണകമല്ലേ ഡെയിലി തിന്നുന്നത്, പിന്നെ ഗോമൂത്രമല്ലേ ഡെയിലി കുടിക്കുന്നത്, അമ്മയായി കാണുന്നത് പശുമ്പനായതുകൊണ്ട് തന്നെ അത്രയൊക്കെ ബോധം വിവരമൊക്കെ ഇവന്മാർക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മളതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താണെങ്കിലും വളരെ നല്ല കാര്യം. ഞാൻ ഇന്നലെ വേറെ ട്രോള് ട്രോള് കണ്ടാൽ ഭയങ്കര രസമായി തോന്നി. ആ ട്രോള് നിങ്ങൾ കാണട്ടെ. അതായത് നമ്മുടെ സംഘം ടീം 2023 കേരള സ്റ്റോറി വന്നപ്പം ഇങ്ങനെ വികാര പുളകിത ഭരിതരായിട്ട് ഇങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് കണ്ട് കൈയടിച്ച് വന്ന് നമ്മുടെ മേനക, നമ്മുടെ എന്താ പറയുക സുരേഷനൊക്കെ ഇല്ലേ, അത് കഴിഞ്ഞ് 2025 നമ്മുടെ സംഘം ടീം പൃഥ്വിരാജ് കണ്ടപ്പം തനി കൂതറായി, തനി ചെറ്റകളായി. അന്നത്തെ ചെറ്റത്തറ ഇന്ന് വീണ്ടും പുറത്ത് കാണുമല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് ചെറ്റത്തറ ഉള്ളിൽ കയറി പരമ ചെറ്റകളായിട്ടുള്ള ഒരു ട്രോൾ. ഇങ്ങനത്തെ പല പല ട്രോളുകൾ ഇറങ്ങിയിട്ട് ഭയങ്കര രസമാണ്. മൊത്തം ട്രോളുകളും നിങ്ങൾ കാണണം. കുറച്ച് പോർഷനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 17 വെട്ട് വെട്ടും എന്ന് പറഞ്ഞിട്ടുള്ള എമ്പുരാൻ 24 വെട്ട് വെട്ടിയിട്ടുണ്ട്. 24 വെട്ടിൽ മെയിനായിട്ട് നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ടൊരു സ്റ്റാർട്ടിങ് വെച്ചിരുന്നു. അത് വെട്ടിയിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ സുരേഷ് ഗോപി ഇത് കച്ചവടാക്കി എന്ന് പറഞ്ഞ് ഇവിടെ കൈയ്യായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബജ്രംഗി എന്നുള്ള പേര് മാറ്റിയിട്ട് ബൽദേവ് എന്നാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഹിന്ദു ഒരു സ്റ്റാച്യു പോകുന്ന മറ്റേ വണ്ടി പോകുന്ന വഴിയുണ്ട്, ഫിലിം കണ്ടവർക്ക് അറിയാൻ മതിയോ, ഈ സ്ഥലത്തോട്ട് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി പോകുന്ന വഴിയിലൊക്കെ ഈ വണ്ടി കാണിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ചിഹ്നം കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തോടുകൂടി നമ്മുടെ നാട്ടിലെ സകലമായ ആൾക്കാർക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സംഘികൾ എന്താണ് അന്ന് ഗുജറാത്ത് ചെയ്തത് എന്നുള്ളത്. ഇതോടുകൂടി ഇതിനൊരു വിരാമമാവട്ടെ എന്ന് വിചാരിക്കാം. എന്താണെങ്കിലും സുരേഷ് ഗോപി അല്ല നമ്മുടെ മുരളി ഗോപി, പൃഥ്വിരാജ്, അതുപോലെ മോഹൻലാൽ, ആൻ്റണി പെരുമ്പാവൂർ നിങ്ങളൊക്കെ ഒന്ന് കരുതിയിരുന്ന മക്കളെ നിങ്ങളുടെ വീട്ടിലേക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് EDയും NIA ഒക്കെ വന്ന് ഇതേപോലെ തീട്ടം കക്കൂസിൽ വരെ കയറി തീട്ടം വരെ പൊളിച്ച് പരിശോധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തൂറുമ്പൊക്കെ വളരെ ശ്രദ്ധിച്ച് തൂറുക കേട്ടോ.